This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സുവോളജി വിഭാഗം, മാർഷൽ ആർട്സ് ക്ലബ്, NSS യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങ് കേരള സ്റ്റേറ്റ് യോഗ അസോസിയേഷൻ കമ്മിറ്റി അംഗം ഗണേഷ് KV ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ഡോക്ടർ സാമുവേൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു. സുവോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിനേഷ് CP സ്വാഗതം ആശംസിച്ചു. വൈസ് പ്രിൻസിപ്പൽ വിനോദ് കുമാർ, IQAC കോർഡിനേറ്റർ സൗമ്യ CK, NSS കോർഡിനേറ്റർ ഷജ്ന ഗോവിന്ദൻ, കോളേജ് യൂണിയൻ പ്രതിനിധി ഋതുരാജ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മാർഷൽ ആർട്സ് ക്ലബ് പ്രതിനിധി നിജി നന്ദി രേഖപ്പെടുത്തി. പരിപാടിയുടെ ഭാഗമായി 3ാം വർഷ വിദ്യാർത്ഥിനി ദേവിക അവതരിപ്പിച്ച യോഗ ഡാൻസ് ശ്രദ്ധേയമായി. ഇന്ന് യോഗാ ദിനം ഭാരതം ലോകത്തിന് നൽകിയ അമൂല്യമായ ഒരു സംഭാവനയാണ് എന്നതിനെ കുറിച്ച് ആമുഖ ഭാഷണത്തിൽ ഡോക്ടർ ബിനേഷ് സൂചിപ്പിച്ചു കഴിഞ്ഞു. 5000 വർഷം പഴക്കമുള്ള യോഗ എന്നുള്ള വലിയ ഒരു ജീവിതചര്യ ഈ ഭാരതത്തിന് മാത്രം സ്വന്തമായിരുന്ന മുനീവര്യന്മാരുടെ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ മഹത്തായ സംഭാവനയായി നാം കരുതുമ്പോൾ വീണ്ടും 2014 UN സമിതിയിൽ ഇതിനെക്കുറിച്ചുള്ള ആലോചന പ്രപ്പോസൽ നൽകി. 2015 ജൂൺ 21 ലോകം മുഴുവൻ ഇത് ആദ്യമായി ആചരിച്ചപ്പോൾ തീർച്ചയായിട്ടും നാം അനുസ്മരിക്കുന്നത് ഭാരതത്തിന് ഇത്രമാത്രം ആഴമായ ഒരു പാരമ്പര്യ സമ്പത്ത് ഇന്നും അതിൻ്റെ മൂല്യം എന്തുമാത്രം ഉണ്ട് എന്ന് മറ്റൊരു വലിയ തിരിച്ചറിവ് നൽകുകയാണ്. സത്യത്തിൽ നമുക്കറിയാം, നമ്മൾ ചെറുകഥകളിലൊക്കെ, പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് വായിച്ച കഥകളിലൊക്കെ ഋഷിവര്യന്മാരെ കുറിച്ചും മുനിവര്യന്മാരെ കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ തപസ്സിരുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ആ തപസ്സാണ് ഈ യോഗ എന്ന് പറയുക. അന്നതിനെ യോഗ എന്ന പേരിലല്ല അറിയപ്പെട്ടിരുന്നത് മാത്രം. ഇതൊരു തപസ്സാണ്. എന്താണ്? ഏകാഗ്രതയോടെ ഇരിക്കാൻ സാധിക്കുന്ന ഒരു തപസ്. സാർ സൂചിപ്പിച്ചു, നമ്മുടെ മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ്, സോൾ, അതിൻ്റെ ഒരു ബ്ലെൻഡാണ്, യൂണിറ്റിയാണ് ഈ യോഗ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ, അതിലാണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട സെറാട്ടോൺ ഒഴിച്ചുള്ള ബാക്കിയുള്ള ഹോർമോണുകളെല്ലാം ഭൂരിഭാഗം നമ്മുടെ ഓക്സിജൻ കിട്ടുന്നത്. ഓക്സിജന്റെ അളവിനെ കൂട്ടുക. യോഗ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓക്സിജന്റെ അളവിനെ കൂട്ടുക. നമ്മൾ എടുക്കുന്ന ശ്വാസത്തിന്റെ എണ്ണത്തെ കുറയ്ക്കുക. നമ്മുടെ ശ്വാസത്തിന്റെ എണ്ണം, ശരാശരി മനുഷ്യൻ 1 മിനിറ്റിൽ 15 മുതൽ 16 തവണയാണ് ശ്വസിക്കുന്നത്. അങ്ങനെ ശ്വസിക്കുമ്പോൾ ഒരു തവണ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജന്റെ അളവെന്ന് പറയുന്നത് കേവലം 500 മില്ലിയാണ്. നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ, അതിലാണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട സെറാട്ടോൺ ഒഴിച്ചുള്ള ബാക്കിയുള്ള ഹോർമോണുകളെല്ലാം ഭൂരിഭാഗം നമ്മുടെ ഓക്സിജൻ കിട്ടുന്നത്. ഓക്സിജന്റെ അളവിനെ കൂട്ടുക. യോഗ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓക്സിജന്റെ അളവിനെ കൂട്ടുക. നമ്മൾ എടുക്കുന്ന ശ്വാസത്തിന്റെ എണ്ണത്തെ കുറയ്ക്കുക. നമ്മുടെ ശ്വാസത്തിന്റെ എണ്ണം, ശരാശരി മനുഷ്യൻ 1 മിനിറ്റിൽ 15 മുതൽ 16 തവണയാണ് ശ്വസിക്കുന്നത്. അങ്ങനെ ശ്വസിക്കുമ്പോൾ ഒരു തവണ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജന്റെ അളവെന്ന് പറയുന്നത് കേവലം 500 മില്ലിയാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും യോഗയൊക്കെ ചെയ്ത് നല്ലൊരു ശാന്തമായ മനസ്സോടെ ഇരിക്കായിരിക്കും. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ കോളേജിന്റെ ആരാധ്യനായ പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ സാമുവേൽ പുതുപ്പാടി, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത യോഗാചാര്യൻ ശ്രീമാൻ ഗണേഷ് സർ, ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ ഡോക്ടർ ബിനേഷ് സർ, ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന
IQAC കോർഡിനേറ്റർ പ്രിയപ്പെട്ട സൗമ്യ ടീച്ചർ, NSSന്റെ കോർഡിനേറ്ററായിട്ടുള്ള ഷജന ടീച്ചർ, UUC മിസ്റ്റർ ഋതുരാജ്, നന്ദി പറയുന്ന നിജി ടീച്ചർ, അതുപോലെ ഇവിടെ ഡെമോൺസ്ട്രേഷൻ നടത്തിയ കുമാരി ദേവിക, എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപക സ്റ്റാഫുകളെ, വിദ്യാർത്ഥികൾ എല്ലാവർക്കും നമസ്കാരം, സാദര പ്രണാമം. ആദ്യം തന്നെ ഞാൻ ഈ പരിപാടിക്ക് എൻ്റെ വ്യക്തിപരമായ എല്ലാവിധ ആശംസകളും ആദരവും അറിയിക്കുകയാണ്. നന്നായിട്ട് ചെസ്റ്റ് വികസിട്ട് നന്നായിട്ട് തലയൊക്കെ പിന്നിലേക്ക് തൂക്കിയിടുക. ശ്വാസകോശം നന്നായിട്ട് വികസിക്കും. ഈ ശ്വാസനാളം നന്നായിട്ട് വികസിക്കും. കൂടുതൽ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കാൻ സാധിക്കും. അല്പം ഒന്ന് പിന്നിലേക്ക് പറ്റിയതുകൊണ്ട് പൂർണ്ണമായിട്ട് ശരീരത്തിൽ വെച്ചാൽ ഓക്കെ. ഞാൻ ഇൻഹേൽ പറയുമ്പോൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യൂ. നേരെ മുന്നോട്ട് നോക്കുക. ഒരു പോയിന്റിലേക്ക് മാത്രം നോക്കുക. Repeat. Inhale. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.